Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. കേരളത്തെ അതിദാരിദ്ര്യമുക്തരാക്കിയതിൽ കുടുംബശ്രീയുടെ പങ്ക് വലുതെന്ന് കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു. ചാലശ്ശേരി ദേശീയ സരസ് മേളയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ രാധാകൃഷ്ണൻ എം പി. ചാലശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന സാംസ്കാരിക സമ്മേളനവും കലാസന്ധ്യയും കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കിയതിൽ കുടുംബശ്രീക്ക് വലിയ പങ്കുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം പി സൂചിപ്പിച്ചു. സമസ്ത മേഖലയിലും ഇടപെടാൻ കഴിയുന്ന പ്രസ്ഥാനമായി കുടുംബശ്രീ മാറി. ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുകൂടുന്ന ഇടമായി സരസ് മേള മാറിയെന്നും ഇത് ഈ നാടിന്റെ മാത്രം പ്രത്യേകതയാണെന്നും കെ രാധാകൃഷ്ണൻ എം പി കൂട്ടിച്ചേർത്തു. കേവല ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുടുംബശ്രീ ആരംഭിച്ചതെങ്കിൽ ഇന്ന് ആ ലക്ഷ്യം നേടിയെടുക്കുക മാത്രമല്ല അതിൻ്റെയും അപ്പുറത്തേക്ക് നമ്മുടെ സഹോദരിമാർക്കെത്താൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം അത്രമേൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കേവലം ഏതെങ്കിലും ഒരു പ്രവർത്തനം ഏറ്റെടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സമസ്ത മേഖലയിലും ഇടപെട്ട് പോകാൻ കഴിയുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് കുടുംബശ്രീക്ക് മാറാൻ കഴിയും. തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ സാമൂഹിക വികാസ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കുകയും ചെയ്തു. കേരളം ഒരുപാട് രംഗത്ത് മാതൃകയാണ് എന്ന് നമ്മൾ അഭിമാനത്തോട് പറയുന്നുണ്ട്. ആ മാതൃകയ്ക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കേവല ദാരിദ്ര്യ ലഘൂകരണമായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യവും മറികടന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഈ കഴിഞ്ഞ നവംബർ 1 നമ്മൾ നേടിയ നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ല. ചില കോണുകളിൽ നിന്നെങ്കിലും വിമർശനം ഉണ്ടാകുന്നുണ്ട്. ദാരിദ്ര്യം അല്ലെങ്കിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുമ്പോൾ പലപ്പോഴും ചില കോണുകളിൽ നിന്ന് ചില വാക്കുകളെല്ലാം ഉയർന്നു വരുന്നുണ്ട്. അത്തരം വാക്കുകൾ ഉന്നയിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവാസങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. സാഹിത്യം, നാടകം, നൃത്തം തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. പ്രൊഫസർ പി ഗംഗാധരൻ, ടി ആര്യൻ കണ്ണന്നൂർ, ഡോക്ടർ എൻ കെ ഗീത, വി ടി വാസുദേവൻ, രമണൻ ഞാങ്ങാട്രി, എൻ പ്രദീപ് കുമാർ, ടി വി എം അലി, രാജേഷ് നന്ദിയങ്കോട്, രാമകൃഷ്ണൻ കുമരനെല്ലൂർ, വേലുണ്ണി ഞാങ്ങാട്രി, താജിഷ് ചേക്കോട്, അക്ബർ ആലിക്കര ഉൾപ്പെടെയുള്ളവർ ആദരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ യു ആർ പ്രദീപ് കുമാർ MLA മുഖ്യാതിഥിയായിരുന്നു. നാഗൽശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ടി വി നിഷ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സരിത, സീരിയസ് ചെയർപേഴ്സൺ സുജിത ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ശ്രീമതി സ്മിതാദാസിനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ആദരസന്ധിയിൽ സാഹിത്യ, നാടക, നൃത്ത മേഖലയിലുള്ള പ്രതിഭകളെയാണ് നമ്മൾ ആദരിച്ചു കൊണ്ടുവരുന്നത്. അധ്യാപകൻ കൂടിയായിരുന്നു. കർണഭാരം, മത്തവിലാസം, ഭഗവത് ജൂഗം, കലികുല, മുത്തശ്ശി, ആട്ടം, എഴുത്തച്ഛൻ മാസ്റ്റർ മരണം, രക്തസാക്ഷികൾ പറയുന്നത്, ഗലീലിയോ, നോക്കുകുത്തികൾ, വരും വരായികളെ കുറിച്ച് ചിന്തിച്ച ഒരു നായ, ചോരക്കുഞ്ഞിനെ കൊന്ന മേരി ഫറാർ, ഒരു